ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ യൂണിഫോം ജോലി ഗവൺമെൻറ് സെക്ടറിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥി ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ BFO അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന എക്സാം. വിവിധ ജില്ലകളിലായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ BFO അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന എക്സാം. ഓൾറെഡി അതിൻ്റെ എക്സാം ഡേറ്റ് വന്നു. ഡിസംബറിലാണ് നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി എക്സാം ഡേറ്റ് വന്നു. ഇതിപ്പോൾ സെപ്റ്റംബർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഏകദേശം നോക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഏകദേശം ഒരു 70 മുതൽ 80 ടോട്ടൽ നിന്ന് കാൽക്കുലേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 70 ദിവസം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഈ 70 ദിവസം കൊണ്ട് എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ഏതെല്ലാം ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം അല്ലെ, തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് അല്ലേ. ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ടാസ്ക് രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ആക്കിയിരിക്കുന്നത് സിലബസ് ബേസ് ചെയ്ത് സിലബസിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ PYQ ബേസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഏരിയാസ് മനസ്സിലാക്കി ആ ഭാഗങ്ങൾ മാത്രം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു 75 ഡേയ്സ് ടൈം ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 75 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 75 ദിവസത്തെ കംപ്ലീറ്റ് ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഏതെല്ലാം ഭാഗങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. ഇത് കണ്ടോ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡേ 1 എങ്കിൽ ഡേ 1 നമ്മൾ പഠിക്കേണ്ടത് 2 സബ്ജക്റ്റുകളാണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന മാത്സ്, മെൻ്റൽ എബിലിറ്റി ആണ്. അതേപോലെ എക്കണോമിക്സ് ആണ്. നമുക്കറിയാം മാത്സിൽ നിന്ന് നമുക്ക് 10 മാർക്കാണ് വരുന്നത്. 10 മാർക്ക് അല്ല, മാത്സിൽ നിന്ന് 5 മാർക്ക്, മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 5 മാർക്ക്, അങ്ങനെ മാത്സ്, മെൻ്റൽ എബിലിറ്റി 10 മാർക്കാണ് വരുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതേപോലെ ഭിന്നസംഖ്യകളും എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ മാത്സിൽ കവറപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ എക്കണോമിക്സ്, നമുക്ക് 5 മാർക്ക് എടുത്ത് എക്കണോമിക്സ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം, ആസൂത്രണ കമ്മീഷൻ തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ ഒന്നാമത്തെ ദിവസം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ ഈ പറയുന്ന 2 ടോപ്പിക്കുകളാണ് പഠിക്കുന്നത് അല്ലേ, ഏത് മാത്സും എക്കണോമിക്സും. അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ആപ്പിലെ വീഡിയോസ് കണ്ട് PYQs എല്ലാം ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുന്നു, ഡേ 2. അവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 8 മാർക്ക് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ ഭരണഘടന അടിസ്ഥാന അറിവുകൾ എന്ന് പറയുന്ന വീഡിയോസ് കാണുന്നു, നമ്മൾ പഠിക്കുന്നു. അതേപോലെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഡെഫിനിഷൻ ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഏരിയാസ് നമ്മളവിടെ കവറപ്പ് ചെയ്യുന്നു. ഇംഗ്ലീഷിലെ ഫ്രൈസർ വെർബുകളും വൊക്കാബുലറി സെക്ഷനിലെ ചേഞ്ച് ഓഫ് ജെൻഡർ നമ്മൾ രണ്ടാമത്തെ ദിവസം പഠിക്കുന്നു. രണ്ടാമത്തെ ദിവസം നമുക്ക് 3 ടോപ്പിക്കുകൾ പഠിക്കാനുള്ളത്. അപ്പോൾ ആ 3 ടോപ്പിക്കുകൾ നമ്മൾ രണ്ടാമത്തെ ദിവസം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുന്നു ആണോ. ഇനി മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ്, നമ്മളവിടെ സയൻസ് പഠിക്കുന്നുണ്ട്. അവിടെ വിറ്റാമിൻസും ഡെഫിഷ്യൻസി ഡിസീസുകളും അല്ലേ, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, മാത്സ്, മെൻ്റൽ എബിലിറ്റി, LCM, HCF അതേപോലെ ശ്രേണികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കറണ്ട് അഫേഴ്സിനും കൂടെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസം ആണോ. മൂന്നാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നു. നാലാമത്തെ ദിവസത്തിലേക്ക് വരുന്നു. അവിടെ സ്പെഷ്യൽ ടോപ്പിക്സ് എവിടെയാണ്, ഫോറസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നു. അതേപോലെ കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഏരിയാസ് ആണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അഞ്ചാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നു. നാലാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നു. അഞ്ചാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ലോക ചരിത്രമാണ്, വേൾഡ് ഹിസ്റ്ററിയാണ്. അവിടെ ഒന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അമേരിക്കൻ റവല്യൂഷനുമാണ് നമ്മൾ അഞ്ചാമത്തെ ദിവസം പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 5 ദിവസം കൊണ്ട് അത്യാവശ്യം വേണ്ട കുറേ ടോപ്പിക്കുകൾ, ഏകദേശം 10ഓളം ടോപ്പിക്കുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 10-12ഓളം ടോപ്പിക്കുകൾ നമ്മളവിടെ കവറപ്പ് ചെയ്യുന്നു ആണോ. ഇനി ആറാമത്തെ ദിവസത്തിലേക്ക് വരുന്നു. ആറാമത്തെ ദിവസം നമ്മൾ കേരള ഹിസ്റ്ററി തന്നെ വീണ്ടും പഠിക്കുന്നു. തിരുവിതാംകൂർ ചരിത്രം 1 മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും തീർച്ചയായിട്ടും. സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അത് നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസാണ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. അപ്പം അങ്ങനെ നമ്മൾ 6ാമത്തെ ദിവസം പഠിക്കുന്നു. 7-8 തീയതി നമ്മൾ ജോഗ്രഫിയാണ്. ജോഗ്രഫിയിലെ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങളും അന്തരീക്ഷം, ഭൗമോപരിതലം അത്യാവശ്യം വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 2 ദിവസങ്ങളിലായിട്ടാണ് പഠിക്കുന്നത്. 7-8 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ ജോഗ്രഫിയുടെ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നു. 9ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ്, മലയാളം അല്ല, ഇംഗ്ലീഷ് മലയാളം നമുക്ക് 10 മാർക്ക് ഇതുള്ളൂ. ഇംഗ്ലീഷിനും 10 മാർക്ക്, മലയാളം 10 മാർക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ഓക്സിലറി വെർബ്, മലയാളത്തിലാണെങ്കിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ 9ാം ദിവസം കവർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ പഠിച്ച് മാത്രം പോയാൽ പോരാ. പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. റിവിഷൻ ഇല്ല എങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. അങ്ങനെ റിവിഷൻ നടത്താനായിട്ട് ഡേ 10 നമ്മൾ റിവിഷന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്നു. നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കുകൾ, ആ പഠിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ 10ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുന്നു. റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആണ്, നമ്മൾ മറന്നു പോകും.
അപ്പോൾ അതുകൊണ്ട് 10ാമത്തെ ദിവസം നമ്മളങ്ങനെ റിവിഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 ദിവസം നമ്മുടെ മിഷൻ 75ന്റെ ആദ്യത്തെ 10 ദിവസമാണ് നമ്മൾ കണ്ടത്. ഇതേപോലെ വീണ്ടും ഓരോ 10 ദിവസം കൂടുമ്പോഴും റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. ഈ പഠിച്ച ടോപ്പിക്കുകളുടെ റിവിഷൻ എക്സാമുകൾ, റിവിഷൻ ക്ലാസ്സുകൾ. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും, വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും, സ്പെഷ്യൽ ക്ലാസ്സുകളെല്ലാം ഇതിനോടനുബന്ധിച്ച് ഉണ്ടാവും. അപ്പം അങ്ങനെ നീളുന്ന ഒരു 75 ദിവസത്തെ ടൈം ടേബിളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ആക്കിയിരിക്കുന്നത്. ഈ ടൈം ടേബിളിൻ്റെ പ്രത്യേകത, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ടോപ്പിക്കുകൾ ഏതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത ഒരു 75 ഡേയ്സ് ടൈം ടേബിൾ ആണ്. അപ്പോൾ BFO എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കും നമ്മുടെ ഈ ഒരു 75 ഡേയ്സിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ഒരു ഡെമോ ആണ് നിങ്ങളെ കാണിച്ചു തന്നത്. ഇത് കംപ്ലീറ്റ് നമ്മുടെ 75 ഡേയ്സിൻ്റെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 75 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ടൈം ടേബിൾ, ഒരു മിഷനാണ് നമ്മൾ തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ ഒരു മിഷന് പങ്കാളികളാവാം. ഓരോ ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പോവുക എന്നുള്ള ഡ്യൂട്ടി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കൃത്യമായിട്ട് ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്യുക. ആ ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്യുന്ന അനുസരിച്ച് 75 ദിവസം കൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുകയും പ്രോപ്പറായിട്ട് സിലബസും തീർത്ത് വളരെ കോൺഫിഡൻറ്റോട് കൂടി BFO എന്ന് പറയുന്ന എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്, ഏത് BFOയുടെ 75 ഡേയ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി നിങ്ങളെ BF അപ്ലൈ ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.